ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെങ്ഷുയി അഥവാ ചൈനീസ് വാസ്തുശാസ്ത്രമാണ്. അതിഥിയായിരിക്കുന്നത് പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. സർ, നമ്മളിപ്പം വർഷങ്ങളുടെ വ്യത്യാസത്തിന്റെ ഫെങ്ഷുയി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ ഫെങ്ഷുയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതേ കുറിച്ചൊന്ന് പറയാം. മനുഷ്യന്റെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യന്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പല സമയത്ത്. ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന സ്റ്റുഡിയോക്കകത്ത് നല്ല ലൈറ്റപ്പ് ഉണ്ട്, നല്ല ലൈറ്റപ്പ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല AC ആണ്, നല്ല തണുപ്പുണ്ട്. ഇവിടെ നിങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഈ നല്ല ചൂട് സമയത്ത് ഒരാളോട് ചെന്ന് സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ് കാര്യത്തിനോ ഒരു എഗ്രിമെന്റ് കാര്യത്തിനോ വേറെ എന്നെ ഫെങ്ഷുയി കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ആരെയും വിളിക്കണം, ഇവർ കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു പറയും. കാരണം നല്ല ചൂടാണ്. ആ മാനസിക നിലയിൽ ഒരു വ്യതിയാനം ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയും ആ ലൈറ്റിൽ കുറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഇരുട്ട് മുറിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മാനസിക നിലയിൽ തന്നെ ഒരു മാറ്റം വരും. കാരണം നമ്മൾ ഇരുന്ന് ശീലിച്ചത് നല്ല ബ്രൈറ്റ് ലൈറ്റിലായിപ്പോയി. അപ്പൊ അവിടെ ഒരു മാനസിക നിലയിൽ ഒരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. അതൊക്കെ ജോലി സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഓഫീസിനകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഓഫീസല്ലേ, നമ്മളെന്തിനും നമ്മുടെ ആ കാര്യങ്ങൾ നോക്കണം. ഫയലുകൾ കൂമ്പാരം പോലെ വാരിയിട്ടിരിക്കും. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാം. കാരണം അവരുടെ സ്വന്തമല്ലല്ലോ അത്. പക്ഷെ ഒരു മനുഷ്യന് 8 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ജീവിതത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ഥലം അതാണ്, ഓഫീസാണ്, അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനമാണ്. അപ്പൊ ആ സ്ഥാപനം നമ്മുടെ സ്വന്തം പോലെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിനും മാനസികാവസ്ഥയ്ക്കും നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ ഇറങ്ങി വരുന്ന വീടെന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ കാലത്ത് നമ്മൾ ഇറങ്ങി വരുന്ന വീടിന്റെ മാനസികാവസ്ഥ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ഇപ്പൊ ഞാൻ ഒരു ഓഫീസറോ എന്തെങ്കിലും തഹസീലോ എന്തോ ആയിക്കോട്ടെ, എന്റെ മൂഡ് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ മൂടൗട്ടായിരിക്കും. ചെന്നിരിക്കുന്ന ഓഫീസോ വാരിക്കൂട്ടിയ ഫയൽ കൂനകൾക്ക് മധ്യത്തായിരിക്കും. അവിടെ പാമ്പ് വരെ കയറി കിടക്കും. പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരുപാട് ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഈ ഫയലുകളും കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ട് വെച്ച് പെൻസിലൊക്കെ വെച്ചതിന് ശേഷം ഒരാൾ അതിനകത്തോട്ട് കയറി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒരു സൺഡേ മാത്രമേ കിട്ടുന്നുള്ളന്നിരിക്കട്ടെ. ബാക്കിയെല്ലാം നമ്മൾ ചില വീട്ടിൽ പോയപ്പോഴത്തേക്ക് അഴുക്ക് കൂനയായിരിക്കും, കൂമ്പാരമായിട്ട് തുണികൾ വാരി ഒരു റൂം കംപ്ലീറ്റ് ഇട്ടിരിക്കും. അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട് നമുക്ക് ഇരുട്ടറിയായിരിക്കും, തുണികൾ പുഴുകിയ ഒരു സ്മെല്ലുണ്ടാവുന്ന ഒരു വീട്ടിനകത്തുണ്ടാകുന്ന ഗന്ധം എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം എന്നും അവർ അവിടെ തന്നെ ഉണ്ട്. പുതിയതായിട്ട് ഒരാൾ ചെല്ലുമ്പോഴത്തേക്ക് മാത്രമേ ആ സ്മെല്ല് എന്താണ് എന്ന് നമുക്ക് ആ മണം എന്താണ് ആ നാറ്റം, നിങ്ങൾ നാറ്റത്തിന് മണം എന്ന് പറയുന്നത് കണ്ണൂര്. അപ്പൊ അത് പറയാൻ പറ്റൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ചുറ്റുപാടുകളിൽ നിന്ന് മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാവൂ. നല്ല ചിന്തകളിൽ നിന്ന് മാത്രമേ നല്ല ആരോഗ്യപരമായിട്ടുള്ള മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ഈ മാനസികാവസ്ഥയിൽ അപ്പൊ ഒരു നല്ല ചുറുചുറുക്കുള്ള സ്ഥലം നമുക്ക് വേണം. നല്ല ഒരു ബിസിനസ് സ്ഥാപനം ആകുമ്പോഴത്തേക്ക് നല്ല ചുറുചുറുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചുവപ്പ്, റെഡ് നിറവും ഓറഞ്ച് നിറവും ചുറുചുറുക്കിനെ കാണിക്കും. ചുറുചുറുക്കോട് നിന്നൊരു തൊഴിൽ ചെയ്യാൻ, ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു തോന്നൽ റെഡും ഓറഞ്ചും നമുക്ക് തരുമ്പോൾ നമുക്ക് മനസ്സമാധാനവും ശാന്തിയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വീടിനകത്ത് ഇളം നീലയും പച്ച നിറവും കൊടുക്കും. അപ്പൊ ആ ആ നിറങ്ങളും മനുഷ്യനുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. സാർ, നമുക്ക് ഇതിലേക്ക് വരാം. വീണ്ടും കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഇതാരാണ്? എവിടെ നിന്നാണ്? ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഹലോ, പറയൂ, ഇത് എവിടെ നിന്നാണ്? ഞാൻ നുള്ളിപ്പാടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഹലോ, ഇത് വീട്ടില് കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ പഠിത്തത്തിലാണെങ്കിലും പഠിക്കാനും കഴിയുന്നില്ല, ഒരു മനസ്സിൽ സമാധാനം ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ കൊറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പാമ്പ് വരുന്നു വീട്ടിലേക്ക്. പിന്നെ എന്ത് കഴിയാത്തെല്ലാം അധികം എന്ത് കഴിയുന്നില്ല, ഇവിടെ നിൽക്കാനേ കഴിയുന്നില്ല പരയിൽ. അപ്പൊ ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കാൻ കഴിയുന്നില്ല. ഈ വർഷം പഠിക്കേണ്ട ചോദ്യത്തിന് ഓരോന്നായിട്ട് മറുപടി പറഞ്ഞു പോവാം. പഠിക്കേണ്ടത് ഈ വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ മധ്യഭാഗത്തിരുന്നാണ് പഠിക്കേണ്ടത്. ആ മധ്യഭാഗത്തുള്ള ടേബിളിനകത്ത് ഒരു സ്പടിക ഗോളം കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് സ്പടിക ഗോളം നിങ്ങളെ പഠിപ്പിക്കില്ല, ഒരു പഠിക്കാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ഒരു ചോദ്യത്തിന്റെ മറുപടി. രണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതിന് നമ്മുടെ വീടും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. നേരിൽ വന്ന് കണ്ടല്ലാതെ ഇതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ പാമ്പുകളുടെ കാര്യം, ഒരു പക്ഷേ അവിടെ കാവുണ്ടായിരുന്ന സ്ഥലമായിരിക്കാം, അതല്ലെങ്കിൽ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഏതെങ്കിലും അടുത്തുള്ള നാഗർ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം അതിനുള്ള പ്രതിവിധികൾ ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കാരണം നമ്മൾക്ക് ചില സത്യങ്ങളെ അസത്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പുച്ഛിച്ച് തള്ളാൻ കഴിയില്ല. അപ്പൊ ശരിക്കും നാഗരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നാഗർ ക്ഷേത്രത്തിൽ പോയിട്ട് അതിനുള്ള പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം
തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നാഗർ കോപിച്ചിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ ഫെങ്ഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതല്ല എങ്കിൽ പോലും നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. അപ്പം രമ്യ പറഞ്ഞു ഞാൻ വിളിക്കുന്നവരാരോടും മറുപടി പറയാറില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇനി കൂടുതൽ അറിയണമെങ്കിൽ സ്പീഡ് കൂടുതലാണ്, സമയക്കുറവായുണ്ട്, പുറത്തിറങ്ങിയിട്ട് വിളിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. മതി സാർ. അല്ല, നമുക്ക് അവർക്ക് ആൻസർ കിട്ടണല്ലോ. സാർ ഇപ്പം നടുവിലിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. നടുവിലിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ ലോഷു വരയ്ക്കപ്പെടുത്തേക്ക് ഓരോ സ്റ്റാറുകൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പൊ നമ്പർ 1 എന്ന് പറയുന്ന സ്റ്റാർ, വിക്ടറി സ്റ്റാർ വന്നിരിക്കുന്നത് ഈ വർഷം സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഏറ്റവും നല്ലതാണ് ഈ വർഷം സ്ത്രീകൾക്ക്. അത് സൗത്ത് വെസ്റ്റാണ് നമ്പർ 1 വരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾക്ക് നല്ലതാണ്. ഏറ്റവും നല്ലൊരു വർഷം ഹോഴ്സിയർ എന്ന് പറയുന്ന നമ്പർ 4 വരുന്നത് വീടിന്റെ മധ്യഭാഗത്താണ്. അതുകൊണ്ട് പഠിക്കാൻ നല്ലത് വീടിന്റെ ഹാളിന്റെ മധ്യഭാഗത്തിരുന്ന് പഠിക്കുകയും ഒരു സ്റ്റഡി ഗോളോടെ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയും. അതൊക്കെ തന്നെ ഈ സൗത്ത് വെസ്റ്റ് നല്ലതാവുമ്പോഴത്തേക്ക് നമ്പർ 1 അവിടെയാണ് നിൽക്കുന്നത്. നമ്പർ 5 എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് വീട്ടിലെ പുരുഷന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ നിത്യ ചെലവിന് ഡെയിലി ഇൻകം ഉണ്ടാക്കുന്ന ആളുടെ സ്ഥാനമാണ് വടക്ക് പടിഞ്ഞാറ്. അവിടെയാണ് നമ്മുടെ 5 വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വളരെയധികം ദോഷകരമായിട്ട് പറയുന്നത്. പക്ഷേ പക്ഷേ ഈ വർഷം ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ വിയോഗം നമുക്ക് കാണാൻ കഴിയും ഈ വർഷം. അതിനൊക്കെ തന്നെ ഒരു സ്ത്രീ രാഷ്ട്രീയം അധികാരത്തിൽ പാർലമെന്ററി ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും അധികം നല്ലതായതുകൊണ്ട്. അതിനൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കിഴക്കുവശത്തിന്റെ കാര്യം, കിഴക്കുവശം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളത് ഈ കിഴക്ക് വളരെയധികം ദോഷമാണെങ്കിൽ പോലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം നല്ലതാണ്. അതിനൊക്കെ തന്നെ വൈദ്യ ഡോക്ടർമാർക്കല്ല. കാരണം അസുഖങ്ങളും രോഗങ്ങളും വരാൻ സാധ്യത എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ടല്ലേ പറ്റൂ. അപ്പൊ ഡോക്ടർമാർക്കും അഭിഭാഷകർ, വക്കീലന്മാർക്ക് കേസ് വഴക്കുകൾ, അതെ ബിസിനസ്സുകാർക്ക് മോശമാണ്. കേസ് വഴക്കുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയേ പറ്റൂ. രോഗങ്ങൾ പിടിപെടപ്പോഴത്തേക്ക് ഡോക്ടറെ അടുത്ത് പോയേ പറ്റുള്ളൂ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം നല്ലതുമാണ്, കുറച്ചു പേർക്ക് മോശവുമാണ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അപ്പൊ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് നോക്കി നിൽക്കുന്നവർക്ക് കുറച്ച് മോശകരമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. കാരണം ഹോൾസെയർ ആണെങ്കിൽ തന്നെയും കുറച്ച് മോശമാണ്. അതിനുള്ള റെമഡികൾ നമ്മൾ ചെയ്യപ്പോഴത്തേക്ക് അതൊക്കെ തന്നെ ബിസിനസിന്റെ സ്ഥാനം, തൊഴിലിന്റെ സ്ഥാനത്തിന് നമ്മൾ ആ തൊഴിലിന്റെ സ്ഥാനത്ത് ശരിക്കും വേസ്റ്റുകളോ കല്ലുകളോ മറ്റ് ഒരു രീതിയിലുള്ള മാലിന്യങ്ങളും നിക്ഷേപിക്കാതെ തൊഴിലിന്റെ സ്ഥാനമുണ്ട്. തൊഴിലിന്റെ സ്ഥാനം നമുക്ക് നോക്കണം. എന്റെ തോക്കിനകത്ത് വെടിവെക്കല്ലേ, എന്റെ ബിസിനസ് കൂടെയാണ് പകുതി വടക്കുവശമാണ്. ഓക്കെ, തൊഴിലിന്റെ സ്ഥാനം. അപ്പൊ ആ തൊഴിലിന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് ചെയ്യാതിരുന്നാൽ അവിടെ വളരെയധികം ആക്റ്റീവ് ആയി കൊടുത്തു കഴിഞ്ഞാൽ മൂവിംഗ് വാട്ടർ, ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞേക്കാം, മൂവിംഗ് വാട്ടറാണ് നമുക്ക് വേണ്ടത്. വടക്കുവശത്തായിട്ട് നല്ല ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സുന്ദരമായ ബിസിനസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഓരോരുത്തരും ജനിച്ച വർഷത്തിനെ ആസ്പദമാക്കിയിട്ട് അതിന്റെ കോ നമ്പർ നോക്കിയിട്ട് ഓരോ സെലക്ട് നമ്മൾ ആക്റ്റീവ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് വളരെയധികം നടന്നു കിടക്കും. അതിനൊക്കെ കുട്ടികളുടെ സ്ഥാനത്ത് നിനക്ക് വേസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇപ്പൊ പടിഞ്ഞാറ് വശം ആ പടിഞ്ഞാറിനെ നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതും നടക്കും. അപ്പൊ അങ്ങനെയുള്ള വടക്ക് തൊഴിലിന്റെയും പടിഞ്ഞാറ് കുട്ടികളുടെ സ്ഥാനമാണ്. അപ്പൊ അത് ഓരോ സ്ഥലത്തിനെയും നമ്മൾ പോസിറ്റീവ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടമായിരിക്കും. എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കാതെ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കിയാലും നമുക്കൊരു കണക്കാണ്, ഈ മാസം ഇത്ര രൂപ നമുക്ക് മിച്ചം വയ്ക്കണം. പക്ഷെ ഒരു പൈസയും കയ്യിൽ കാണില്ല. നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ പല വീടുകളിലും ചിലപ്പോഴത്തേക്ക് പറയാറുള്ള ഒരു കാര്യമാണ്, എന്നോട് പറയും സാർ എത്ര പൈസ ഇവിടെ വന്നാലും ഒരു പൈസയും കാണില്ല, പിന്നെ കടവുമാവും. ഈ പൈസ എങ്ങനെ ചെലവായി പോകുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, പാവപ്പെട്ട ഗൾഫുകാരായ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്നിട്ട് നമ്മളെ കണ്ണൂർ ഭാഷയെ പറയുമ്പോൾ നയിക്കുന്നു, അങ്ങനെയല്ലേ പറയുന്നത്, പണിയെടുക്കുന്നത് നയിക്കുന്നു പറയുന്നത്. നമ്മളെ തിരുവനന്തപുരത്ത് ഭാഷയിൽ പറയുമ്പോൾ പാവപ്പെട്ട കിടന്ന് കഷ്ടപ്പെടണം എന്ന് പറയും, അത് നമ്മുടെ ഭാഷ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ കഷ്ടപ്പെട്ട പൈസ നമ്മുടെ വീട്ടില് വൈഫിനെ അല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ വർഷം വൈഫിനെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാം സമ്പത്ത് ഏൽപ്പിക്കേണ്ടത്, കാരണം സ്ത്രീകൾക്കാണ് നല്ലത്. പക്ഷെ ആ പണം നോക്കി കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളോ, കാരണം പുരുഷന്മാർ വീട്ടിൽ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് അന്യ വീട്ടിലെ സ്ത്രീകളായിരിക്കും ഇവരുമായിട്ട് ഏറ്റവും കൂടുതൽ അവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അവർ പറയും ഇത് എന്താ രമ്യ ആ മാല ഒന്ന് തരൂ, ഞാനൊന്ന് കല്യാണത്തിന് പോയിട്ട് വരട്ടെ എന്ന് പറയും. എന്നിട്ട് പറയും 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് പറയും ഞാൻ ഒന്ന് പണയം വയ്ക്കാൻ തരൂ എന്ന് പറയും. അപ്പൊ ഈ ഭർത്താവ് അറിയാതെ ആ പാവപ്പെട്ടവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഫലം എല്ലാം കൂടി ഇവരെടുത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഒരു സംരക്ഷണത്തിന്റെ പേരിൽ നമുക്ക് സഹായിക്കുകയാണല്ലോ എന്നുള്ള ആ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം ഇവർ വഞ്ചിതരാകുന്നു.
അങ്ങനെ എത്രയോ ജീവിതങ്ങൾ. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ വരാറാവും. അപ്പൊ ഈ ബാങ്ക് ബാലൻസ് എവിടെ, പൈസ എവിടെ, സ്വർണ്ണം എവിടെ, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമല്ലോ. ഇപ്പൊ നിനക്ക് വാങ്ങിക്കൊണ്ടുവന്ന മാല എവിടെ, അപ്പൊ എന്തു പറയും, അത് ആത്മഹത്യയിലോട്ട് വരെ വഴിതെളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേണക്കുള്ള കപട സ്നേഹികളെ നിങ്ങളെ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇതിനൊക്കെയുള്ള വഞ്ചനകളൊന്നും വിടാതിരിക്കുക. എന്ത് ചെയ്യണം? ജീവിത വിജയത്തിന് ഫെങ്ഷുയി നിങ്ങൾ ഫെങ്ഷുയി ചെയ്യണം. നമ്മുടെ വിശ്വാസത്തിൽ എന്തൊക്കെയാണോ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു വ്യതിചലനം ലോകം അംഗീകരിച്ചിരിക്കുന്ന ഫെങ്ഷുയി. ഓരോ മാസത്തിലും നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ പറ്റും. ഓരോ മാസത്തിലും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏതാണ് സംഭവിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ എന്ന പോലെ തന്നെ നമുക്ക് ഫെങ്ഷുയിലും മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവ് തായ് സൂയി സിദ്ധാന്തം നമുക്ക് കാട്ടിത്തരുന്നു. എന്താണ് മനുഷ്യനുമായിട്ട് യോജിച്ചു പോകാനുള്ള ഈ ഭൂമിയുമായിട്ട് സമയമായോ? അല്ല സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് ശൈല. ഇത് എവിടെ നിന്നാണ്? ആറ്റിങ്ങൽ നിന്നാണ്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. ഞങ്ങളൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വീട് വെച്ചോണ്ടിരിക്കുകയാണ്. എവിടെയാണ്? അപ്പം ആറ്റിങ്ങലാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് വീട് പണി പെട്ടെന്ന് തീരാൻ വേണ്ടി പിയാവോ വെച്ചാൽ കൊള്ളാമെന്ന്. പക്ഷെ അത് എവിടെയാ വെക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ആറ്റിങ്ങൽ എവിടെയാണ്? ആറ്റിങ്ങല് പെരുങ്കുളത്ത്. ഞാൻ ആറ്റിങ്ങൽ ഒരു കുളയ റോഡ് സിറ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, സിറ്റി ലൈറ്റ് സ്റ്റുഡിയോ. അപ്പൊ നേരിട്ട് ആ സാധനവും വാങ്ങിക്കാം, കൂടുതലായിട്ട് സംസാരിക്കുകയും ചെയ്യാം. കാരണം ഈ അവനഞ്ചേരിയിലാണ് എന്റെ വീട്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി. ഓക്കെ, അവിടെ വന്നാൽ മതി. എന്റെ സ്വന്തം നാട്ടുകാരിയല്ലേ, അവിടെ വന്നാൽ ആദ്യം കാണാം. അപ്പൊ തോന്നണ്ട, എന്റെ സ്വന്തം നാട്ടുകാരിയാണ്. കുഴപ്പമില്ല സാർ. സാർ, നമുക്കിപ്പോ സമയം കഴിഞ്ഞല്ലോ സാർ. കഴിഞ്ഞാ എന്നാ പിന്നെ ബാക്കി എല്ലാവരും പ്രാവശ്യം പറയാം. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ മാസം അവസാനം 31-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഞാൻ കഴിഞ്ഞ മാസം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായും 31-ാം തീയതി ഞാൻ വീണ്ടും കാണും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വീണ്ടും സംസാരിക്കാം. ഓക്കെ, ഇന്നത്തെ ഗൃഹപാഠത്തിലൂടെ നമ്മൾ ചൈനീസ് വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.